നമ്മുടെ രാജ്യത്തേക്ക് പാക് ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് വളരെ ഗൗരവമുള്ള സംഭവമല്ലേ? കാരണം നമ്മൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും മുക്തരായിട്ടില്ല. മറുപടി കൊടുത്തു, പക്ഷേ എന്നാലും നമ്മുടെ രാജ്യത്തേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഭയാശങ്ക സൃഷ്ടിക്കുകയല്ലേ? ഭയാശങ്ക സൃഷ്ടിക്കുന്നതിനേക്കാൾ അഭിമാനമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ അതിരുകളെല്ലാം തുറന്നങ്ങ് കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും കടന്നു വരാവുന്ന തരത്തിൽ പ്രത്യേകിച്ചും ബംഗാൾ, ബീഹാർ, ബംഗാളിൽ കൂടി കയറി വരാം. നേപ്പാളിൽ നിന്ന് ബംഗാൾ വഴി കയറാം. മമതാ ബാനർജി അങ്ങ് തുറന്നിട്ടിരിക്കുക. അവിടെ BSF വേലി നിർമ്മിക്കണം എന്ന് പറഞ്ഞാൽ അതിന് സ്ഥലം വിട്ടു കൊടുക്കത്തില്ല, പറ്റില്ല. ബംഗ്ലാദേശിലേക്ക് വരാനുള്ള വഴി അത് അടയ്ക്കാൻ സമ്മതിക്കുകയല്ല. അത് ബംഗാളിൻ്റെ മുഴുവൻ വീട്ടമ്മയായിട്ട് അങ്ങ് ഇരിക്കുകയാണ് അവർ. അവരുടെ ഭൂസ്വത്താണെന്നുള്ള മട്ടിലാണ് അവർ. BSFന് സ്ഥലം അവിടെ നിൽക്കക്കള്ളിയില്ല അവിടെ. അതുപോലെയാണ് അവരിട്ട് പീഡിപ്പിക്കുന്നത്. ബംഗ്ലാദേശികൾക്കാണ് സ്വാഗതം, വരും മക്കളെ വരിൻ വരിൻ എന്ന് പറഞ്ഞിട്ടാണ് ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ മോദി പറഞ്ഞിട്ടുണ്ട്. ഇൻഫിൽട്രേറ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ സമ്മതിക്കില്ല. നമ്മുടെ ഭക്ഷണം നമുക്കുള്ളതാണ്. കാരണം അതിന് കൊടുക്കാൻ നമുക്കില്ല. 150 കോടി ആയി കഴിഞ്ഞു. ഇനിയും പിന്നെ എന്ത് ഇൻഫിൽട്രേഷൻ, അതിൻ്റെ ഒരു ഇൻഫ്ലേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ഡെമോഗ്രാഫിക് പ്രഷർ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്, കലാപങ്ങൾ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അവിടുന്ന് തുറന്നിങ്ങ് വിട്ടേക്കുക കൂട്ടുകളിലേക്ക്. ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ശമ്പളം കിട്ടും, നല്ല ആഹാരം കിട്ടും, നല്ല അന്തരീക്ഷവും സ്വാതന്ത്ര്യം കൊണ്ട് അടിച്ചമർത്തലില്ല എന്ന് പറഞ്ഞിങ്ങ് പോരുക. അപ്പോൾ അതിർത്തി വിട്ടിട്ടിങ്ങ് പോരുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ട്രാൻസിറ്റ് പോയിന്റ് പാകിസ്ഥാനിൽ നിന്നായാലും ബംഗ്ലാദേശിൽ നിന്നായാലും കടന്നു വരാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നേപ്പാളാണ്. നേപ്പാൾ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് വേണ്ടാത്ത ഒരു രാജ്യമാണ്. നമുക്ക് പാസ്പോർട്ടും വിസയും ഒന്നും വേണ്ട. നേരെ അങ്ങ് കടന്നില്ല. ഇന്ത്യയിലെ ഏത് രാജ്യത്തും കടന്നില്ലാവുന്നതുപോലെ. ഭൂട്ടാനിലെ പോലെ. ഭൂട്ടാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യം ഭൂട്ടാൻ. പിന്നെ ടെറൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രയാസമാണ് അവിടെ നമുക്ക് കടന്നു വരാൻ. നേപ്പാൾ ഒരു പ്രശ്നവുമില്ല, ആരും ചെക്ക് ചെയ്യുകയില്ല, ഒന്നുമില്ല. തന്നെയല്ല അവിടെ ഒരു മാവോയിസ്റ്റ് പിന്തുണയുള്ള ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ പോട്ട് മക്കളെ പോട്ട്, ഇന്ത്യയിലേക്ക് പോയിക്കോ, അവിടെ വല്ല ചാപ്പാട് കിട്ടും. പക്ഷേ ഇവർക്ക് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ റേഷൻ കൊടുക്കണം, സൗജന്യ റേഷനാണ്, ഇതെല്ലാം കൊടുക്കേണ്ടി വരും. ഈ റേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സൗജന്യമായിട്ട് ഇന്ത്യയിലെ 150 കോടി പൗരന്മാർക്ക് കൊടുക്കുന്ന ഈ റേഷൻ ഇവരും കൂടെ പങ്കിടും. അപ്പോൾ എണ്ണം കൂടുന്തോറും ഇതിൻ്റെ വിതരണത്തിൻ്റെ അളവിൻ്റെ തോത് കുറയുകയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായി തീരുകയാണത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം ഉണ്ടാവും. ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാവും, പട്ടിണിയുള്ള ഗ്രാമങ്ങളുണ്ടാവും. നമ്മൾ ആ പട്ടിണിയെ കരകയറ്റിക്കൊണ്ടിരിക്കുക. 26% 13% കുറച്ച് 10-നും താഴേക്ക് സിംഗിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു അവസരത്തിൽ ഇത് വല്ലാത്തൊരു ഇന്ത്യയിലെ പട്ടിണി കൂട്ടും, ശിശുമരണ നിരക്ക് കൂട്ടും, ഗർഭിണികളായിട്ടുള്ള അമ്മമാരുടെ നിരക്ക് കൂട്ടും. ഇതൊക്കെ സംഭവിക്കാവുന്ന സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. തന്നെയുമല്ല സംഘർഷങ്ങൾ ഉണ്ടാക്കും ഇവർ പലപ്പോഴും ഇത് വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് കൂടുതലായിട്ടും. മതവെറിയുടെ, മതം മാറ്റത്തിൻ്റെയൊക്കെ വികാരങ്ങൾ ജനിപ്പിച്ചിട്ട് അവിടെ ആളുകളെ തമ്മിലടിപ്പിക്കും, കലാപങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ചെന്ന് മോദിയുടെ പരാജയം, മോദിയുടെ തോൽവി എന്ന് പറയും. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് ചില്ലറക്കാരൊന്നുമല്ല, 3 തീവ്രവാദികളാണ്. പഹൽഗാമിൽ അവർ കടന്ന കാര്യം അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞില്ല, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് പഹൽഗാമിൽ ടൂറിസം സീസൺ ആരംഭിച്ചു എന്നുള്ള വിവരം കേന്ദ്ര ഗവൺമെൻറ്റിനെ ധരിപ്പിക്കുകയുണ്ടായില്ല. അതുകൊണ്ടൊരു അലർട്ട്നെസ് അവിടെ ഉണ്ടായില്ല. അല്ലെങ്കിൽ ഈസിയായിട്ട് കണ്ടുപിടിക്കായിരുന്നു. അത് ഒമർ അബ്ദുള്ള തന്നെ സമ്മതിച്ചു, അതെനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും സത്യസന്ധമായിട്ട്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് നമ്മൾ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ വിജയകാന്ത് നേപ്പാൾ വഴിയാണ്. നേപ്പാൾ വഴി ഈസിയാണ് കടന്നു വരാൻ. പക്ഷേ ഇത് അങ്ങനെ ഈസിയായിട്ട് സാധാരണക്കാരെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ ഇവരെ കണ്ടുപിടിക്കണമെങ്കിൽ അസാധാരണമായ ഇൻ്റലിജൻസ് വേണം. അതിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു, കണ്ടെത്തിക്കഴിഞ്ഞു. അപ്പോൾ കണ്ടെത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ കണ്ടുപിടിക്കും, അവരെ സ്ക്രീൻ ചെയ്യും, അവരെ ഒറ്റപ്പെടുത്തും, അവർക്ക് വേണ്ട പിടിക്കും. അത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം അത്രമാത്രം ശക്തമാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്. പക്ഷേ ഈ ബീഹാറിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു പറയുമ്പോൾ അല്പം ഗൗരവത്തിൽ, അല്പം എന്നല്ല, അതീവ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ്. കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. VVIPകളുടെ ഒരു നിര ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസ്ഥാനം. പ്രത്യേകിച്ച് സെപ്റ്റംബർ 1-ാം തീയതി ഈ രാഹുൽ ഗാന്ധിയുടെ
വോട്ട് അതെ, അതിൻ്റെ പേരിലുള്ള യാത്രയുടെ സമാപനമാണ്. പിന്നെ പ്രധാനമന്ത്രി അടക്കം ഉള്ളവർ അവിടെ അടുത്ത കാലത്ത് സന്ദർശനത്തിൽ സാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇവരുടെ ഈ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത് പിന്നെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാത്ത മണ്ടത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിലൊരു പര്യടനം നടത്തുന്നുണ്ട്. മറ്റൊരു ഭീകരവാദിയായിട്ട് കണക്കാക്കാവുന്ന അർബൻ നക്സലൈറ്റ് ആയിട്ടുള്ള, പറയുന്നതിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രാഹുൽ ഗാന്ധിയും സംഘവും. അദ്ദേഹം ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ട്, തനിക്ക് ബുള്ളറ്റ് നന്നായിട്ട് ഓടിക്കാൻ അറിയാം. ആ ഒരു കലയിൽ മാത്രമേ തനിക്ക് പ്രാബല്യമുള്ളൂ. അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൊണ്ടുപോയി, പിന്നെ തേജസ്വി യാദവിനോടൊപ്പം പാരലായിട്ട് ബുള്ളറ്റ് ഇങ്ങനെ ആസ്വദിച്ച് കൊണ്ടുപോവുക. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുണ്ടത്, കടലിൽ ചാടുക, ഇതൊക്കെയാണ് പുള്ളിയുടെ കൗതുകങ്ങൾ. അഡ്വഞ്ചർ ടൂറിസം നടത്തുക, ആ ജോഡോ യാത്ര നടത്തുക, അദ്ദേഹത്തിൻ്റെ രസമാണ്. അദ്ദേഹത്തിൻ്റെ മൃഗയാ വിനോദങ്ങൾ പണ്ട് രാജകുമാരന്മാർക്കും രാജാക്കന്മാർക്കും ഉണ്ടായിരുന്നു, അതുപോലെ നടത്തുകയാണ് അദ്ദേഹം. ഇങ്ങനെ ആസ്വദിച്ചാണ് പോകുന്നത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്തോ വോട്ട്, ഇലക്ഷൻ കമ്മീഷൻ വോട്ട് പിന്നെ മോഷ്ടിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അരുൺ ജെയ്റ്റ്ലി, അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് എന്തോ തെറ്റ് ചെയ്ത് മരിച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ പ്രേതമായിട്ട് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞ മണ്ടത്തരങ്ങളാണ്, ഈ ചരിത്രബോധമില്ലാത്തതുകൊണ്ട്. അതുപോലെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു വലിയ തമാശ, നാഥുറാം വിനായകെ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നത് അദ്ദേഹം ഭരണഘടനയെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ഈ ഭരണഘടനയുടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പ്രസംഗിക്കുന്നത്, ഭരണഘടനയെ തലയ്ക്ക് മേതെ പിടിച്ചുകൊണ്ട്. ഈ മനുഷ്യനറിയില്ല മഹാത്മാഗാന്ധി മരിക്കുന്നത് 1948. ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടായത് 1950, റിപ്പബ്ലിക് ആവുന്ന 1950. ഈ മനുഷ്യൻ ഇതൊന്നും അറിയില്ല. അതുപോലും അറിയാത്ത വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ടും അതൊന്നും മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, രാഹുൽ ഗാന്ധി രാഷ്ട്രീയവും ചരിത്രവും നന്നായി പഠിക്കണം എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ബുള്ളറ്റ് പഠിച്ചാൽ പോരെ, ബുള്ളറ്റ് ഓടിച്ചു പോയാൽ. ബുള്ളറ്റ് നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ ബീഹാറിൽ കൂടെയൊക്കെ. അതാണ് പുള്ളിയുടെ കഴിവ്. എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പടിഞ്ഞാറൻ നാടുകളിലൊക്കെ അങ്ങനെയാണ്. അവർ വല്ല SSLC വല്ലതും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബുള്ളറ്റ്, ജിമ്മ്, ഇതാണ് അവരുടെ വ്യാപാരം. ആ ടൈപ്പ് ഒരു കൗബോയിയാണ് രാഹുൽ ഗാന്ധി. പിന്നെ അതിന് കുറച്ച് കൂടാൻ വേണ്ടി CPMൻ്റെ ബുദ്ധിജീവികൾ വരെയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മണ്ടത്തരങ്ങളെ കൈയടിച്ച് ഇദ്ദേഹം ചരിത്രപരമായി തെറ്റാന്ന് റൊമീൽ അത്താപ്പൂർ വേണമെങ്കിൽ സമർത്ഥിക്കും. ഭരണഘടന അങ്ങനെ അതിൻ്റെ മൂർത്ത രൂപം പ്രാപിച്ചെങ്കിലും അമൂർത്തമായിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമ്മുടെ MV ഗോവിന്ദൻ പറയും. ഈ മണ്ടത്തരങ്ങൾ അവിടെ വ്യാപിപ്പിക്കുന്ന, ഞാനിത് കൂട്ടിച്ചേർത്ത് പറയാൻ, ലിങ്ക് ചെയ്ത് പറയാൻ ഒരു കാര്യമുണ്ട്. ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇൻ്റലിജൻസ് ഈ സംഭവം അറിഞ്ഞില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിക്കും. പാറ്റ്നയിൽ ബീഹാറിൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ യോഗത്തിലായിരിക്കും അതവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഈ രാഹുൽ ഗാന്ധി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു, ചൈനയെ പിന്തുണയ്ക്കുന്നു, ഇന്ത്യയെ എതിർക്കുന്നു എന്ന് വിഷയമല്ല. ഇന്ത്യയിലെ കുറച്ച് ബ്ലഡ് ഷെഡ്, അതാണ് അവരുടെ ലക്ഷ്യം. അത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറയും? മോദി മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്, മോദിയുടെ പണിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വോട്ട് ചോരി പട്ടികയിൽ ഇങ്ങനെയുള്ളത് സ്പഷ്ടമല്ലാത്ത കാര്യങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷനെ തലയിൽ വെച്ച് കെട്ടിയുന്നതുപോലെ. ഇപ്പോൾ ഇൻ്റലിജൻസ് ഇത് കണ്ടുപിടിച്ചു. ഇൻ്റലിജൻസ് ഇത് കണ്ടുപിടിക്കുമ്പോൾ ഈ ഭീകരവാദികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യും, വേണ്ട ശിക്ഷയും കൊടുക്കുമെന്ന് പറയും. പാവപ്പെട്ട 2 രോഹിംഗ്യ മുസ്ലിങ്ങൾ അവിടെ നിന്ന് കയറി വന്നതാണ്, അപ്പോൾ മോദി ക്രൂരമായിട്ട് അവരെ പീഡിപ്പിച്ചു എന്ന് പറയും. ഇതേലെ ഒരു ആളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. അതാണ് മോദി. എങ്ങനെയും മോദിയെ ഒഴിവാക്കിയിട്ട് ആ കസേരയെ തനിക്കൊന്ന് കയറിയിരിക്കണം. അതിനുവേണ്ടി എന്ത് അപവാദവും എന്ത് ഭരണഘടനാ ലംഘനവും എന്ത് കോടതി അലക്ഷ്യവും നടത്തുന്ന ഒരു പ്രിയപുത്രനാണ് ഇപ്പോൾ നെഹ്റു കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നത്. അത് ആഘോഷിക്കുകയാണ് KC വേണുഗോപാലും മല്ലികാർജുൻ ഖാർഗെയും സംഘവും. ഇവിടെ കേരളത്തിൽ നടന്ന നാണക്കേടിനെ കൂട്ടി ഇതുവരെ ഒരൊറ്റ വാക്ക് പറഞ്ഞു രാഹുൽ ഗാന്ധി. കേരളമായിരുന്നു അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന സംസ്ഥാനം, അതും കൂടി കളഞ്ഞു കുളിച്ചു. അതിന് നേതൃത്വം കൊടുക്കാനോ നിർദ്ദേശം കൊടുക്കാനോ പ്രാപ്തിയില്ലാത്ത ഒരാളായിട്ട് ഒരപ്രഖ്യാപിത AICC പ്രസിഡൻ്റായിട്ടിരിക്കും. മല്ലികാർജുൻ ഖാർഗെയോ ഒരു പാവയായിട്ടും ഇരിക്കുന്നു. ഫലത്തിൽ 3ാം പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിൽ വരും. ഇനി അതിനു വേണ്ടിയിട്ട് ചെയ്ത ആസൂത്രണമാണോ എന്നോ എനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ ചെയ്ത ആസൂത്രണമാണോ അറിയില്ല. ഇതാണ്. അപ്പോൾ ഭീകരവാദികളെ സമയത്തിന് നമ്മൾ കണ്ടെത്തിയത് തന്നെ ഇൻ്റലിജൻസിൻ്റെ പരാജയം എന്ന് ഇനി പറയാൻ പറ്റാത്ത വലിയൊരു കാര്യം തന്നെയാണ്. പഹൽഗാമിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണമായിരുന്നു, എന്തുകൊണ്ട് ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ചോദ്യം. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 100% എല്ലാവരെയും കണ്ടുപിടിക്കുന്ന മെഷീനറി അല്ല. അങ്ങനെ പറ്റില്ല, ഒരു രാജ്യത്തിനും അങ്ങനെ പറ്റില്ല. അതിൻ്റെ വലയിൽ കൂടി ചിലതൊക്കെ കടന്നു പോകും. ആ നെറ്റിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെയാണ് പഹൽഗാം സംഭവിച്ചത്. ഓരോ രാജ്യത്ത് അമേരിക്കൻ ട്രേഡ് സെൻറ്ററിന് നേരെ ആക്രമണം നടന്നു,
അവിടെ ഇൻ്റലിജൻസ് ഇല്ലാഞ്ഞിട്ടാണോ? അങ്ങനെയൊക്കെ സംഭവിക്കും ചില സമയങ്ങളിൽ. അതുപോലും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.